കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ദിഗ്വിജയ് സിംഗ്. അദ്വാനിയുടെ കാൽച്ചുവട്ടിലിരുന്ന മോദിയാകട്ടെ ഇപ്പോൾ പ്രധാനമന്ത്രിയായി. എന്നാൽ കോൺഗ്രസിൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന ചോദ്യമാണ് ദിഗ്വിജയ് സിംഗ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഈ ഒരു പ്രസ്താവന കാരണമായിരിക്കുകയാണ്. മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ആയതിനാൽ തന്നെ വിവാദം വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇത് വിവാദത്തിന് തിരികൊളുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഇതിനു മുൻപും കോൺഗ്രസ് നേതാക്കൾ മോദിയെ പുകഴ്ത്തിയും എന്നാൽ പ്രശംസിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് MP കൂടിയായ ശശി തരൂർ ആകട്ടെ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തുകയും മോദിയെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതായ ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം എടുത്തു കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കം, അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഇപ്പോൾ പ്രധാനമന്ത്രി കസേര അലങ്കരിക്കാൻ അർഹനല്ല എന്നതാണ്. BJPയെയും RSSനെയും പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹമാകട്ടെ വീണ്ടും വലിയ രീതിയിലുള്ള വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ പുതിയ പരിഷ്കാരങ്ങൾ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പഴയകാല ചിത്രം അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രശംസ അറിയിച്ചുള്ള കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ BJP നേതാവ് LK അദ്വാനി ഗുജറാത്തിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ചടങ്ങിലെ വലിയ രീതിയിൽ ക്വാറ സ്ക്രീൻഷോട്ടാണ് ദിഗ്വിജയ് സിംഗ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലാകട്ടെ യുവാവായ മോദി അദ്വാനിയുടെ സമീപം തറയിലിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ മുതിർന്ന നേതാവിൻ്റെ അടുത്ത് തറയിലിരുന്നു കൊണ്ട് ഒരു പ്രവർത്തകൻ സംഘപരിവാർ BJP സംവിധാനത്തിനുള്ളിൽ വളർന്ന് മുഖ്യമന്ത്രിയും ഇന്ന് പ്രധാനമന്ത്രിയുമായത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കണം എന്നതായിരുന്നു ആ പോസ്റ്റിലൂടെ എഴുതിയിരിക്കുന്നത്. ഈ ചിത്രമാകട്ടെ വലിയ രീതിയിൽ സൈറ്റിൽ ക്വാറ എന്ന സൈറ്റിൽ നിന്ന് ലഭിച്ചതാണ് എന്നും അതിൽ പറയുന്നുണ്ട്. വളരെ ആകർഷകമായ ഒരു ചിത്രമാണ്. ഒരിക്കൽ സംഘപ്രവർത്തകരും ജനസംഘം BJP പ്രവർത്തകരും നേതാക്കളുടെ കാൽക്കീഴിൽ അവിടെ തറയിലാണ് ഇരുന്നത്. അവർ കാലക്രമേണ തന്നെ വളർന്നുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആയത് എങ്ങനെയാണ്? ഇതാണ് സംഘടനയുടെ ശക്തി. ജയ് ശ്രീറാം എന്നതാണ് അദ്ദേഹം ആ എക്സ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 1990കളിലെ മോദിയുടെ ഗുജറാത്തിലെ രാഷ്ട്രീയ വളർച്ച രേഖപ്പെടുത്തുന്ന ചിത്രം തന്നെയായിരുന്നു എക്സിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. 1996 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശങ്കർ സിംഗ് വഘേലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എടുത്തതാണ് ഈ ഒരു ചിത്രം. അക്കാലത്തെ പ്രമുഖ BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ദിഗ്വിജയ് സിംഗ് ആകട്ടെ BJPയുടെയും RSSന്റെയും സംവിധാന പാടവത്തെ അതിനെ പ്രശംസിക്കുന്നത് കോൺഗ്രസിൽ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്നതാണ് മറ്റൊരു പൊതുവിലയിരുത്തലായി പുറത്തു വരുന്നത്. പരാമർശം വിവാദമായതോടുകൂടി തന്നെ പിന്നീട് ദിഗ്വിജയ് സിംഗ് തന്നെ വിഷയത്തിൽ വിശദീകരണമായി രംഗത്ത് വന്നിരുന്നു. താൻ സംഘടനയുടെ ഒരു നല്ല വശത്തെ പ്രശംസിക്കുക മാത്രമാണ് ചെയ്തതെന്നും BJPയും RSSനെയും എതിർക്കുന്നത് ഇനിയും തുടരുമെന്നതാണ് അദ്ദേഹം ഇതിനായി തന്നെ നൽകിയ പ്രസ്താവന. അതേസമയം ഈ ട്വീറ്റ് ആകട്ടെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള ആയുധമാക്കിയിരിക്കുകയാണ് BJP. ദിഗ്വിജയ് സിംഗിന്റെ പരാമർശം അവിടെ ഏകാധിപത്യവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ തുറന്നു കാട്ടിക്കൊണ്ടിപ്പോൾ പാർട്ടി വ്യക്തമായ CR കേശവൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഞെട്ടിക്കുന്ന സത്യം അവിടെ വിളിച്ചോതുന്ന ദിഗ്വിജയ് സിംഗിന്റെ ട്വീറ്റിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യം കാണുമോ എന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനോടായി തന്നെ പ്രതികരിക്കുമോ എന്ന കാര്യങ്ങളാണിപ്പോൾ എടുത്ത് ചോദ്യങ്ങളായി തന്നെ BJP ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.